അന്ന് കണക്ക് ടീച്ചറെ എന്നോട് 2 വാക്ക് പറഞ്ഞു. അതിനുശേഷമാണ് എന്റെ ലൈഫ് മാറിയത്. അതെന്താണിപ്പോ അങ്ങനെ ഒരു വാക്ക്? ആ ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, കൺഗ്രാചുലേഷൻസ്. ആ മാമ വരുമ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് വരാം കേട്ടോ. ഓക്കെ. എടാ പെങ്ങളുടെ മോൾക്ക് ക്ലാസ് ഫസ്റ്റാ. ആഹാ. ഞാനും പണ്ടങ്ങനെയായിരുന്നു. ഞാൻ പണ്ട് ഭയങ്കര ഓപ്പോസിറ്റ് ആയിരുന്നു. ആ പഠിക്കാൻ ഭയങ്കര മോശം. പണ്ട് എനിക്ക് കണക്കിൽ 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യേ 2 മാർക്കോ? ഇതേപോലെ അന്ന് കണക്ക് ടീച്ചർ എന്നെ പുച്ഛിച്ചത്. ഓ അന്ന് കണക്ക് ടീച്ചറെ എന്നോട് 2 വാക്ക് പറഞ്ഞു. അതിനുശേഷമാണ് എന്റെ ലൈഫ് മാറിയത്. അതെന്താണിപ്പോ അങ്ങനെ ഒരു വാക്ക്? അന്ന് ഈ ടീച്ചർ ഈ ഉത്തരക്കടലാസ് 2 മാർക്ക് കിട്ടി ഉത്തരക്കടലാസ് പിടിച്ച് എന്നെ ബെഞ്ചിന് മുകളിൽ കയറ്റി നിർത്തിയിട്ടേ എല്ലാ കുട്ടികളും എന്നെ നോക്കി ചിരിക്കുക, എന്നെ ചൂണ്ടിയിട്ട് എല്ലാവരോടും പറയാ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും പമ്പര വിഡ്ഢിയാണ് ഇവൻ, ലോക വേസ്റ്റ് ആണ്, ഹോട്ടലിൽ പാത്രം കഴുകാൻ പോലും ഇവനെ കൊണ്ട് പറ്റില്ല, അത്രയ്ക്ക് വേസ്റ്റ് ആണ് എന്നൊക്കെ. എന്റെ തൊലി ഉരിഞ്ഞു പോയടോ. കുട്ടി മനസ്സല്ലേ, അല്ലാണ്ട് നൊന്തു. ഞാൻ ഭയങ്കര ഇമോഷനായി പോയി. ടീച്ചർമാരെ വഴക്ക് പറയും, പക്ഷെ മനസ്സ് നോവുന്ന പോലെയൊന്നും പറയാൻ പാടില്ല. പക്ഷെ അതിനുശേഷം തോട്ടേ മാറിടോ. ഭയങ്കര വാശിയായി. അതിന്റെ മനസ്സ് മുഴുവൻ ടീച്ചറുടെ 2 വാക്കുകളും കുട്ടികളെ നിന്ന് നോക്കി ചിരിച്ചതും. ഞാൻ അതിനുശേഷം അന്ന് മുതൽ തല കുത്തിരുന്ന് പഠിക്കാൻ തുടങ്ങി. രാവും പകലും ഒന്നും ഇല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഇന്നിപ്പോ ഞാൻ ഈ നിലയിലെത്തി. അതാണോ മനുഷ്യന് എന്തെങ്കിലും ഒരു എവിടെ നിന്നെങ്കിലും ഒരു നമുക്കൊരു തീപ്പൊരി കിട്ടും, മൈൻഡേ മാറും. ആ അതാണ്. അല്ല എന്നിട്ട് അടുത്ത പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടി? അടുത്ത പരീക്ഷയ്ക്ക് 1.5 മാർക്ക്. 1.5 മാർക്ക്? അല്ല നീ ഇപ്പൊ ഈ രാത്രി മുഴുവൻ കുത്തിരുന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്? രാത്രി കുത്തിരുന്ന് പഠിച്ചത് കണക്കല്ല, പിന്നെ പാത്രം കഴുകാൻ. ഞാനിപ്പോ 2 മിനിറ്റ് കൊണ്ട് 172 പാത്രം കഴുകും. ഉല്ലാസ് ഹോട്ടലിൽ മെയിൻ ഡിഷ് വാഷറല്ലേ ഞാന്.